ഇത് ബൈബിൾ ഒരു യാത്രയുടെ നേർരേഖയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു യാത്രയാണ്. ഓരോ കാലത്തിലും ദൈവം അയക്കുന്ന ആ വ്യക്തികളെ കേട്ട് ഗ്രഹിക്കണം എന്നതായിരുന്നു ദൈവത്തിൻ്റെ ഉദാഹരണം. യേശു വന്നപ്പോൾ മോശയുടെ കാലത്തുണ്ടായിരുന്ന പല വചനങ്ങളും കൊണ്ടുവന്ന് യേശു പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ ഖണ്ഡിച്ചവരെല്ലാം മരിച്ചുപോയി. എന്നാൽ യേശു വന്നു പള്ളി സൈന്യം വളയുമ്പോൾ ഓടി രക്ഷപ്പെട്ടു കൊള്ളുവിൻ എന്ന് പറഞ്ഞപ്പോൾ പഴയ യെരുശലേം ദേവാലയം നിർമ്മിച്ചപ്പോഴുള്ള വചനം, യെരുശലേം ദേവാലയത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ വചനം കൊണ്ട് തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥിച്ച എല്ലാവരെയും കൊന്നുകളഞ്ഞു. നോക്കൂ, ഓരോ കാലത്തിലും ദൈവം അയക്കുന്നവരെ നാം കേൾക്കണം. അതിനോട് അനുബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാൻ പോകുന്നതും ദൈവത്തിൻ്റെ രീതിയാണ്. ഒരിക്കലും ഒരു വിഷയത്തെക്കുറിച്ച് ദൈവം ഒരു സ്ഥലത്ത് പൂർത്തിയാക്കി പറയാറില്ല. പല പല ഭാഗങ്ങളായി പല സ്ഥലത്തായിട്ടാണ് പറയുന്നത്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം നോക്കൂ. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരമായി അറിയിച്ചു. ഇന്ന് തൻ്റെ പുത്രൻ മുഖാന്തരം അറിയിച്ചിരിക്കുന്നു. അപ്പോൾ ഓരോ കാലത്തും ദൈവം തൻ്റെ വചനം അവിടെ ഇവിടെ അല്പം അവിടെ അല്പം, പിന്നെ സംസാരിക്കുമ്പോഴോ ഉപമയായും മർമ്മമായും ഗൂഢമായും സൂത്രത്തിന്മേൽ സൂത്രം ചട്ടത്തിന്മേൽ ചട്ടം ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എന്താ ദൈവത്തിൻ്റെ ഉദ്ദേശം? ഏതൊരുവനും പരിശുദ്ധാത്മാവിൽ താണു വീഴണം. പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കുന്നവനാണ് ദൈവത്തിന് കൊള്ളാവുന്നത്. അടുത്ത് അപ്പോസ്തലന്മാരിലൂടെ നടന്ന ശുശ്രൂഷയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എന്താണ് പറഞ്ഞത് നോക്കാം. അപ്പോൾ പുത്രനിലൂടെ സംസാരിച്ചത് ദൈവം അല്ലെങ്കിൽ പിതാവ്. പുത്രൻ പോകുന്ന സമയത്ത് അപ്പോസ്തലന്മാരെ വിളിച്ച് പറഞ്ഞിട്ട് ആക്കിയത് എന്താ? പരിശുദ്ധാത്മാവ് എന്ന് നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. അതാണ് ആത്മാവ്, അകത്തെ ആത്മാവ്. ആ ആത്മാവ് തന്നെ ഉപദേശിക്കും. അപ്പോൾ യേശു ശിഷ്യന്മാരെ ഒരുക്കുന്ന ഈ സ്നാനം മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞ സ്നാനമാണോ ശരി, അതാണ് ശരി, അത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അങ്ങനെ യേശു പോകാൻ സമയത്ത് അപ്പോസ്തലന്മാരെ വിളിച്ചാക്കുമ്പോൾ യേശു കുറേ മാനദണ്ഡങ്ങൾ അവരെ പഠിപ്പിച്ചു. എങ്ങനെ ശുശ്രൂഷിക്കാവൂ, എങ്ങനെ പറയണം, എന്ത് പറയണം, ആര് പറയും, എങ്ങനെയായിരിക്കും എന്നുള്ള ചില വചനങ്ങൾ യേശു അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചു. പത്രോസ് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട, യേശു ക്രിസ്തു പറഞ്ഞത് മതി എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു തന്നെ പറഞ്ഞ അനേകം വചനങ്ങൾ തെറ്റിപ്പോകും. അത് നാം ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. യേശു യോഹന്നാൻ സുവിശേഷം 16:12 പറയാണ്, എനിക്ക് ഇനിയും വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ ഗ്രഹിപ്പാൻ വഹിയ. പരിശുദ്ധാത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് മുമ്പായിട്ട് അവർക്കൊന്നും ഗ്രഹിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ അവർക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ എന്ന് യേശു പറയുന്നു. നോക്കൂ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യങ്ങളിലും വഴി നടത്തും. അവൻ സ്വയം സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. നോക്കൂ, നിങ്ങൾ മാളികമുറിയിൽ കൂടിയിരുന്ന് പരിശുദ്ധാത്മ ശക്തി ലഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അപ്പോസ്തലന്മാരോട്. അത് ഇനി ഞാനല്ല സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾ